എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഇനിയുള്ള പെൻഷൻ എന്നാണ് ലഭിക്കുക? 3 മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണാതെ മുകളിൽ എഴുതിയത് മാത്രം കണ്ടതുകൊണ്ടുള്ള ആശയക്കുഴപ്പമാണിത്. പെൻഷൻ 4800 തന്നെ ഇനി കുറഞ്ഞ ദിവസത്തിനുള്ളിൽ, അതായത് ഇനിയുള്ള 14 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. അത് 2 മാസത്തെ പെൻഷൻ മാത്രമല്ല, 1 മാസത്തേത് കുടിശ്ശികയും കൂടിയാണ്. അത് ഒരുമിച്ചല്ല ലഭിക്കുന്നത്, ഗഡുക്കളായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ നമുക്ക് ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് 1 മാസത്തെ കുടിശ്ശിക നൽകും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടും ഒരുമിച്ച് ലഭിക്കാനാണ് സാധ്യത. ഇനി ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തേത് മാത്രം ലഭിക്കുകയാണ് എങ്കിൽ സെപ്റ്റംബർ മാസത്തേതിനൊപ്പം കുടിശ്ശിക കൂടി ലഭിക്കുന്നതോടുകൂടി 3200 ലഭിക്കും. അങ്ങനെ 3200ഉം 1600 കൂടി ചേർത്ത് 4800 ആണ് ലഭിക്കുക. അങ്ങനെ 2 ഗഡുക്കളായിട്ട് ഈ 40 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന കാര്യമാണ് 4800-ൻ്റേത് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പെൻഷൻ തുറന്നങ്ങോട്ട് ലഭിക്കണം എങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ, അതായത് ശനിയാഴ്ചക്കുള്ളിൽ തന്നെ ഈ നടപടി പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു ഗഡുക്കൾ പോലും മുടങ്ങാതെ അത് ലഭിക്കുകയുള്ളൂ. പെൻഷൻ മസ്റ്ററിംഗിനുള്ള തീയതി 24-ാം തീയതി അവസാനിച്ചാൽ പിന്നെ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം. പക്ഷേ അപ്പോൾ 1 മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി സെപ്റ്റംബർ മാസം ചെയ്തിട്ടില്ല എങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ മാസത്തിലും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 2 മാസത്തെ പെൻഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ 1 മാസത്തേതും നഷ്ടപ്പെടാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ 24-ാം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ബയോമെട്രിക് മസ്റ്ററിംഗ്, അതായത് വിരലടയാളവും കണ്ണിന്റെ പ്രിന്റൊന്നും എടുക്കാൻ കഴിയാതെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിക്കേണ്ടതാണ്. വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ വാങ്ങുന്നവരാണ് ഈ കാര്യം പറഞ്ഞത്. വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന നിരവധി പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമനിധി ഓഫീസിലാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. 2023 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. 2024 ജനുവരി 1-ന് ശേഷമാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്, അതിനുശേഷമാണ് പെൻഷൻ കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവർ മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ID നമ്പറോ വെച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. എങ്ങനെ സ്റ്റാറ്റസ് പരിശോധിക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ധനമന്ത്രിയുടേത് വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ്. അതല്ലാതെ കാര്യങ്ങളെല്ലാം നമുക്ക് ഊഹമായിട്ട് മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. മസ്റ്ററിംഗിന്റെ കാര്യം ഒരാളും വിട്ടുപോകരുത്. നിങ്ങൾക്ക് അറിയിപ്പുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കാൻ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ ബൈ.